അറ്റോമിക് സ്ട്രക്ചർ. ഇപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചറെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പലതരം മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു മോഡലായിരിക്കും ആദ്യമായിട്ട് ഒരു ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അടുത്ത മോഡലിലേക്ക് പോകും. പിന്നെ അതിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യും. അത്തരത്തിൽ നമ്മൾ കുറച്ച് മോഡൽസ് ആദ്യം പഠിച്ചു അല്ലേ. ആദ്യം പ്ലം പുഡിംഗ് മോഡൽ, അതിനുശേഷം റുദർഫോർഡ് ആറ്റം മോഡൽ. ഇനി റുദർഫോർഡ് ആറ്റം മോഡലും സ്റ്റേബിൾ അല്ല, ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബോർ ആറ്റം മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേഷനറി ഓർബിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേഷനറി ഓർബിറ്റ്സിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി? ഒരു സ്പെക്ട്രം അല്ലേ, ഹൈഡ്രജൻ സ്പെക്ട്രമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും അടുത്ത മോഡിഫിക്കേഷൻ വരെയാണ് ബോർ സോമർഫീൽഡ് ആറ്റം മോഡൽ. അപ്പോൾ ഈ ബോർ സോമർഫീൽഡ് ആറ്റം മോഡലിനും കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബോർ തിയറിയിൽ സ്റ്റേഷനറി ഓർബിറ്റ്സ് ആണുള്ളതായിട്ട് പറയുന്നത് അല്ലേ. അതായത് KLMN മെയിൻ ഓർബിറ്റ്സ് അല്ലെങ്കിൽ ഷെൽസ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ ആ ഓർബിറ്റുകളാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഓർബിറ്റുകൾ തമ്മിലുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻ, അതായത് ഇപ്പോൾ ഇത് K ഷെല്ല്, ഇത് L ഷെല്ലാണെങ്കിൽ ഒരു ഇലക്ട്രോൺ L ഷെല്ലിൽ നിന്നും K ഷെല്ലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യുന്നു. ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരെയാണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസാണ്. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഈസ് ഇൻ n=1 സ്റ്റേറ്റ്, അല്ലെങ്കിൽ K ഷെല്ലിൽ ഇലക്ട്രോൺ ഇരിക്കുന്ന അവസ്ഥയാണ് എന്താ? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ആ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ഫോൾ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ എനർജി കുറയുകയാണ്. സോ എനർജി ഈസ് റിലീസ്ഡ് ആസ് എ ഫോട്ടോൺ ഓഫ് എനർജി ഈസ് ഈക്വൽ ടു hν. ദിസ് എനർജി വിൽ ബി ഈക്വൽ ടു ദ എനർജി ലെവൽ ഡിഫറൻസ് അല്ലേ. അതായത് E2 - E1. ഇത് E2ഉം ഇത് E1ഉം ആണെങ്കിൽ E2 - E1 ആയിരിക്കും ഈ റിലീസ് ചെയ്ത ഫോട്ടോണിൻ്റെ എനർജി. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതിൻ്റെ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ ഈ ഫ്രീക്വൻസി മാത്രമല്ലേ ഉള്ളൂ. ഈ ട്രാൻസിഷൻ L to K ട്രാൻസിഷൻ നടക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ഫ്രീക്വൻസിയെ കിട്ടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്പെക്ട്രത്തിൽ പറയുകയാണെങ്കിൽ ഒരൊറ്റ ലൈൻ മാത്രമേ കിട്ടാൻ പാടുള്ളൂ. അപ്പോൾ ആക്ച്വൽ കേസിൽ നമ്മൾ ഇത് ഒരു ലൈനായിട്ടല്ല കാണുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ലൈൻസ് വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരൊറ്റ ഫ്രീക്വൻസി ന്യൂ അല്ല, ന്യൂവിനടുത്തുള്ള കുറച്ച് ഫ്രീക്വൻസീസ് nu1, nu2, nu3 വിച്ച് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഓരോ ലൈനും സ്പെക്ട്രത്തിലെ ഓരോ ലൈനും ഗ്രൂപ്പ് ഓഫ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ഫൈൻ സ്ട്രക്ചർ ഓഫ് ദ സ്പെക്ട്രം, സ്പെക്ട്രത്തിൻ്റെ ഫൈൻ സ്ട്രക്ചർ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ഒറ്റ ഫ്രീക്വൻസിക്ക് പകരം പല ഫ്രീക്വൻസീസ് കാണുന്നതെന്ന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? ബോർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഒറിജിനൽ ബോസ് തിയറി കനോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പോലും ഫൈൻ സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ തിയറിക്ക് പറ്റുന്നില്ല. അടുത്ത ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബോർ തിയറി ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ദ സ്പെക്ട്ര ഓഫ് ഹെവിയർ ആറ്റംസ്. അപ്പോൾ ആകെ ബോർ തിയറി എക്സ്പ്ലെയിൻ ചെയ്തത് ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിനെ മാത്രമാണ്. ഹൈഡ്രജൻ ലൈക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രം. അപ്പോൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഹൈഡ്രജൻ വരാം, പിന്നെ ഹീലിയം പ്ലസ് വരാം. അപ്പോൾ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഹീലിയത്തിൽ ആക്ച്വലി 2 ഇലക്ട്രോൺ വരേണ്ടതാണ്. പ്ലസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ പോയി. അപ്പോൾ ഹീലിയം പ്ലസ്, ലിഥിയം 2+ അല്ലേ. അപ്പോൾ ഇതെല്ലാം ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് ആണ്. ഈ ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിനെ മാത്രമാണ് ആർക്ക്? ബോർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഹെവിയർ ആറ്റത്തിനെ ഒന്നും തന്നെ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? ബോർ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമുക്കറിയാം ബോർ തിയറിയെ മോഡിഫൈ ചെയ്തുകൊണ്ടാണ് സോമർഫീൽഡ് തിയറി വന്നത് അല്ലേ. അപ്പോൾ സോമർഫീൽഡ് തിയറിയിൽ വന്നിട്ട് സബ് ഷെൽസ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലേ. സബ് ഷെൽസ്, അതായത് ഫസ്റ്റ് ഓർബിറ്റിൽ എന്ത് മാത്രം? S സബ് ഷെല്ല് മാത്രം വരും. സെക്കൻഡ് ഓർബിറ്റിൽ ഏതൊക്കെ വരും? Sഉം Pയും ഷെൽസ് വരും അല്ലേ. പിന്നെ തേർഡ് ആണെങ്കിലും S, P, D അങ്ങനെ ഓർബിറ്റൽസ് വരും. അപ്പോൾ ഇത്രയും
ഇത്രയും ഓർബിറ്റൽസ് അല്ലെങ്കിൽ സബ്ഷെൽസ്, ഇതിനെന്തും വിളിക്കാം ഓർബിറ്റൽസ്. ഇതൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതായിരിക്കും. ബോർ സോമർഫീൽഡ് മോഡൽ. അതിൽ എന്തുകൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? ഓർബിറ്റൽസും കൂടെ വരുന്നു. അപ്പോൾ ഓർബിറ്റൽസും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഒരൊറ്റ ലൈൻ കിട്ടുന്നതിന് പകരം ഗ്രൂപ്പ് ഓഫ് ലൈൻസ് കിട്ടുന്നത്? അതായത് ഒരു ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്കുള്ള ട്രാൻസിഷൻ എടുക്കുമ്പോൾ ഒരൊറ്റ ഫ്രീക്വൻസിക്ക് പകരം എന്ത് കിട്ടുന്നു? ഡിഫറൻറ്റ് ഫ്രീക്വൻസീസ് കിട്ടുന്നു. അതിന് കാരണം എന്താണ്? ഒരു ഓർബിറ്റ് ഇപ്പോൾ ഒരു സിംഗിൾ എനർജി ലെവലല്ല, പകരം അവിടെ ഡിഫറൻറ്റ് ഓർബിറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറൻറ്റ് സബ്ഷെൽസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്പ്ലിറ്റിങ്, എന്തുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെയും ഒരു കാര്യം പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന എല്ലാ ലൈൻസും കാണുന്നില്ല. ഇപ്പം തന്നെ എസ്, ഫസ്റ്റ് ഓർബിറ്റിൽ എസ് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഓർബിറ്റിൽ എസ്സും പിയും ഉണ്ട്. അപ്പോൾ ഈ പിയിലെ എല്ലാ പി ഓർബിറ്റൽസിൽ നിന്നും എസ് താഴത്തെ എസ് ഓർബിറ്റലിലേക്ക് ട്രാൻസിഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ട്രാൻസിഷൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചിലത് നടക്കുന്നില്ല? ആ കാര്യവും എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല? സോമർഫീൽഡ് മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അടുത്ത ഡ്രോബാക്ക് ഇതാണ്. ഇലക്ട്രോൺ എത്തരത്തിലാണ് ഈ ഓർബിറ്റൽസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നും ഈ മോഡൽസിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു ഓർബിറ്റിൽ എത്ര എണ്ണം വരാം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വന്നിരിക്കുന്നത്? ആ രീതിയിൽ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനെ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്, അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ മോഡൽസിന് ഈ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇൻറ്റൻസിറ്റീനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ചില ലൈൻസ് കാണുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയൊക്കെ വരും, എന്തുകൊണ്ട് ചില ലൈൻസ് മോർ ഇൻറ്റൻസായിട്ട് കാണുന്നു, ചിലത് കുറച്ച് ഇൻറ്റൻസായിട്ട് കാണുന്നു. അതായത് ഇൻറ്റൻസായിട്ട് കാണുന്നു എന്ന് വെച്ചാൽ എന്താണ്? ആ ട്രാൻസിഷൻ കൂടുതൽ നടക്കുന്നു. ലെസ് ഇൻറ്റൻസ് എന്ന് വെച്ചാൽ ആ ഏത് ട്രാൻസിഷനാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരേണ്ടത് അത് വളരെ കുറച്ച് മാത്രമേ നടക്കൂ. പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ട്രാൻസിഷൻ ഈസ് ലെസ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചില ട്രാൻസിഷൻസ് കൂടുതലായിട്ടും ചിലത് കുറവായിട്ടും നടക്കുന്നത്? അതും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ സോമർഫീൽഡ് മോഡലിന് എക്സ്പ്ലെയിൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ഉള്ള കയ്യിലിരിക്കുന്ന ആ സ്പെസിമെൻ, ആ ആറ്റത്തിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ വയ്ക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന സ്പെക്ട്രൽ ലൈൻസ് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ആ സ്പ്ലിറ്റിങ്ങിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. Okay, both models fail to explain the effect of magnetic field and electric field on spectral lines. To overcome all these drawbacks, a new model was proposed by Uhlenbeck, Goudsmit and others. This model is known as vector atom model. അപ്പോൾ ഇത്രയും ഡ്രോബാക്സ് നമ്മൾ ബോർ ആറ്റം മോഡലിൻ്റെയും സോമർഫീൽഡ് ആറ്റം മോഡലിൻ്റെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കംപ്ലീറ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് അൾട്ടിമേറ്റ്ലി ട്രൂ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി കറക്റ്റ് അല്ല അല്ലേ. അപ്പോൾ അതിനെല്ലാം ആ ഉള്ള ഡ്രോബാക്സിനെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു പുതിയ മോഡൽ പ്രപ്പോസ് ചെയ്യാണ്. ആരൊക്കെയാണ്? ഉലൻബെക്ക്, ഗൗഡ്സ്മിത്ത്, ഇവർ രണ്ടുപേരല്ല, ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മോഡലിൻ്റെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ആറ്റത്തിന് നമുക്കറിയാവുന്ന എല്ലാ പ്രോപ്പർട്ടീസിനെയും ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഇത് വെക്റ്റർ ആറ്റം മോഡൽ. അപ്പോൾ നിങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട മോഡലാണിത്, കാരണം ഇത് സ്ഥിരം എസ്സേ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടുന്ന ഒന്നാണ് വെക്റ്റർ ആറ്റം മോഡൽ. വെക്റ്റർ ആറ്റം മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷനും ഇലക്ട്രോൺ സ്പിന്നും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നില്ലാത്ത 2 പുതിയ കൺസെപ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് വെക്റ്റർ ആറ്റം മോഡൽ വരുന്നത്. ആ 2 കോൺസെപ്റ്റാണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷനും ഇലക്ട്രോൺ സ്പിന്നും. അപ്പം നിങ്ങൾ ഈ 2 സാധനം ഏകദേശം കേട്ടിട്ടുണ്ടായിരിക്കും. ക്വാണ്ടൈസേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ക്വാണ്ടൈസേഷൻ എന്ന വേർഡ് കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ എന്താ മീനിങ്? കണ്ടിന്യൂസ് വാല്യൂസ് പോസിബിൾ അല്ല, ഡിസ്ക്രീറ്റ് വാല്യൂസ് മാത്രമാണ് പോസിബിൾ. അതായത് ഇപ്പോൾ ഇതൊരു വാല്യൂ ആണെന്ന് വിചാരിച്ചോ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഈ വാല്യൂ മാത്രമേ പോസിബിൾ ആയിരിക്കുള്ളൂ, ഇത് കഴിഞ്ഞ് അടുത്ത ഈ വാല്യൂ മാത്രമേ പോസിബിൾ ആയിരിക്കും. ഇതിനിടയിൽ എത്ര കിട്ടുന്ന വാല്യൂസ് ഒന്നും എന്തായിരിക്കില്ല, പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതിനെയാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ക്വാണ്ടൈസേഷൻ നിങ്ങൾക്കറിയാം അല്ലേ? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് എല്ലാം ക്വാണ്ടൈസ്ഡ് ആണ് അല്ലേ? ഓർബിറ്റൽസിൻ്റെ എനർജി അല്ലെങ്കിൽ ഓർബിറ്റ്സിൻ്റെ എനർജി ക്വാണ്ടൈസ് ചെയ്തതാണ്. എല്ലാ എനർജിയും പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ എനർജി ക്വാണ്ടൈസേഷൻ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്ന് നോക്കണം. പിന്നെ വേറൊരു പ്രോപ്പർട്ടി കൂടെ പറഞ്ഞു വെച്ചല്ലോ, ഇലക്ട്രോൺ സ്പിന്ന്. ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2
പുതിയ പ്രോപ്പർട്ടീസാണ് വെക്ടർ ആറ്റം മോഡലിൻ്റെ അടിസ്ഥാന ഘടകം. ആദ്യമായിട്ട് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബോർ സോമർഫീൽഡ് തിയറി, അപ്പോൾ ഓർക്കണം ഇത് വെക്ടർ ആറ്റം മോഡലിന് മുമ്പുള്ള തിയറിയാണ്. അതിനകത്ത് എന്തില്ല, സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ ഇല്ല. പക്ഷെ എന്തൊക്കെയോ ക്വാണ്ടിറ്റീസ് അവിടെ ക്വാണ്ടൈസ്ഡ് ആയിരുന്നു. എന്തൊക്കെയായിരുന്നു? ഷേപ്പ്, സൈസ്, ഓർബിറ്റ്സിൻ്റെ ഷേപ്പും സൈസും എല്ലാം ക്വാണ്ടൈസ്ഡ് ആയിരുന്നു അല്ലേ. കാരണം നമ്മൾ ബോർ സോമർഫീൽഡ് തിയറിയിൽ ഓർബിറ്റൽസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഓർബിറ്റൽസിനും ഓരോ ഷേപ്പാണ് അല്ലേ. എസ് ആണെങ്കിൽ സ്പെറിക്കലാണ്, പി ആണെങ്കിൽ ഡംബൽ ഷേപ്പാണ് അല്ലേ. അങ്ങനെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നിനും ഓരോ ഷേപ്പുണ്ട്. അപ്പോൾ ഷേപ്പ് ക്വാണ്ടൈസ് ചെയ്തു. പിന്നെ സൈസും ക്വാണ്ടൈസ്. സൈസ് ആരാ തീരുമാനിക്കുന്നത്? റേഡിയസ് ഓഫ് ഓർബിറ്റ്സ് അല്ലേ. ആ RNൻ്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതിയതാണ് അല്ലേ. അതിലെന്തുണ്ട്? N ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വന്നു. അപ്പോൾ അവിടെയും എന്ത് ചെയ്തിരിക്കുകയാണ്? ക്വാണ്ടൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഷേപ്പും സൈസും ഓൾറെഡി ക്വാണ്ടൈസ്ഡ് ആണ്. ആരുടെ? ഓർബിറ്റ്സിൻ്റെ ഷേപ്പും സൈസും നേരത്തെ തന്നെ ക്വാണ്ടൈസ്ഡ് ആയിരുന്നു. ഇനി വെക്ടർ ആറ്റം മോഡൽ വരുമ്പോൾ ഒരു അഡീഷണൽ ക്വാണ്ടിറ്റി കൂടെ എന്ത് ചെയ്യുന്നു? ക്വാണ്ടൈസ് ചെയ്യപ്പെടുന്നു. അത് ഏതാണെന്നുള്ളതാണ്. ഷേപ്പ്, സൈസ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റ്സ് ആർ ക്വാണ്ടൈസ്ഡ്. അതായത് ഓർബിറ്റ്സിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, സ്പെറിക്കലാണോ ഡംബലാണോ, അങ്ങനെ ഫിക്സ്ഡ് ആണ്. പിന്നെ സൈസ് ഫിക്സായി, അതായത് ഓർബിറ്റിൻ്റെ റേഡിയസ് ഫിക്സായി. പിന്നെ ഓറിയൻറ്റേഷൻ ഫിക്സായി, അതായത് ഇതാണൊരു ഓർബിറ്റ് എങ്കിൽ ഈ ഓർബിറ്റിന് ആദ്യം എങ്ങനെ വേണമെങ്കിലും നിൽക്കാമായിരുന്നു. ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, ഇങ്ങനെ നിൽക്കാം, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നിൽക്കാമായിരുന്നു. പക്ഷേ വെക്ടർ ആറ്റം മോഡൽ എന്ത് ചെയ്തു? സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എന്താ പറയുന്നത്? ഇങ്ങനെ ഓർബിറ്റിന് എനി ഓറിയൻറ്റേഷൻ പോസിബിൾ അല്ല, ചില പർട്ടിക്കുലർ ഓറിയൻറ്റേഷൻ മാത്രമേ ഇതിന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ആക്സിസ് ഓഫ് ദ ഓർബിറ്റ് ക്യാൻ പോയിൻറ്റ് ഓൺലി ഇൻ സർട്ടൻ പ്രിഫേർഡ് ഡയറക്ഷൻസ്. ഇതാണ് ഓർബിറ്റ് എങ്കിൽ ഇതാണ് അതിൻ്റെ ആക്സിസ്. അപ്പോൾ ഓർബിറ്റിൻ്റെ പല ഡയറക്ഷൻ പറയുന്നതിനേക്കാളും എന്ത് പറഞ്ഞാലും മതി, ഓർബിറ്റിൻ്റെ ആക്സിസിൻ്റെ ഡയറക്ഷൻ പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ആദ്യം ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ആക്സിസിന് നിൽക്കാമായിരുന്നു, അതായത് ഓർബിറ്റിന് നിൽക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറ്റില്ല, ചില പ്രിഫേർഡ് ഡയറക്ഷൻസിൽ മാത്രമേ പറ്റുള്ളൂ. ഇനി ഏതാണ് ആ പ്രിഫേർഡ് ഡയറക്ഷൻ? ദീസ് പ്രിഫേർഡ് ഡയറക്ഷൻസ് ആർ ഡിറ്റർമിൻഡ് ബൈ ദ ഡയറക്ഷൻ ഓഫ് എനി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ആറ്റം. ആറ്റത്തിനകത്ത് ഏതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ അങ്ങനെ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സ്റ്റേണൽ ഫോഴ്സാണ് തീരുമാനിക്കുന്നത് ഇതിൻ്റെ പ്രിഫേർഡ് ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ കാര്യം എന്താണെന്ന് മനസ്സിലായി. അടുത്ത പറഞ്ഞ പ്രോപ്പർട്ടി ചെയ്ത ഇലക്ട്രോൺ സ്പിൻ. അപ്പോൾ ഇത് ആക്ച്വൽ നമ്മളിപ്പോൾ സ്പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു ബോഡി ഇങ്ങനെ സ്പിന്ന് ചെയ്യുന്നു. ആക്ച്വൽ ഇത് ഇങ്ങനെ തന്നെ ഒരു സ്പിന്നാണോ നമുക്കറിയില്ല. പക്ഷേ ഇലക്ട്രോൺ ഇത്തരത്തിൽ സ്പിന്ന് ചെയ്താൽ അതിന് കിട്ടാവുന്ന ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. കാരണം എന്താ? ഇലക്ട്രോണിന് ഒരു ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു ചാർജ്ഡ് ബോഡി ഒരു സർക്കുലാർ മോഷൻ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കറണ്ട് ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇതിന് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇതൊരു ചാർജുള്ള ബോഡിയാണ്, അത് ഒരു സർക്കുലാർ മോഷൻ അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കറണ്ട് ലൂപ്പ്. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് ലൂപ്പും ഉണ്ടെങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഇറ്റ് ഹാസ് സം ഡൈപോൾ മൊമെൻറ്റ് അല്ലേ. മാഗ്നറ്റിക് ഡൈപോളാണ്, അതൊരു മാഗ്നറ്റിനെ പോലെ ആക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു കറണ്ട് ലൂപ്പ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ എ ആണ്, ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ ഇറ്റ്സ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് മ്യൂ ഈസ് I ഇൻറ്റു എ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, എന്നാണ് കറണ്ട് ഇൻറ്റു ഏരിയ. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ഇവിടെ സ്പിന്ന് ചെയ്യുന്ന ഒരു ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കിട്ടും. അപ്പോൾ ആക്ച്വലി ഇത് എന്ത് തരം മൂവ്മെൻ്റ് ആണെന്ന് നമുക്കറിയില്ല, സ്പിന്നാണോ എന്നറിയില്ല. പക്ഷേ ഇത്തരം ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് കിട്ടാവുന്നൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇലക്ട്രോൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എന്താണ്? ഈ ഇലക്ട്രോൺ സ്പിന്ന് ചെയ്യുന്നതല്ല നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, അത് ആക്ച്വൽ സ്പിൻ മോഷൻ ആകണം എന്ന് തന്നെ ഇല്ല. ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല,
അതൊരു വേവ് പ്രോപ്പർട്ടി കൂടെ ഉള്ളു. അപ്പം അത് കൃത്യമായിട്ട് സ്പിന്നാണോ നമുക്കറിയില്ല. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, നമുക്കതിനെ മെഷർ ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് നമുക്ക് പ്രധാനപ്പെട്ട സാധനം. അപ്പോൾ നമ്മൾ അത്തരത്തിലൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തോ ഒരു മൂവ്മെൻ്റ് ഉണ്ട്, അവിടെ എന്തോ ഒരു മോഷൻ ഉണ്ട്, ആ മോഷൻ എന്ത് വിളിക്കുന്നു, സ്പിൻ മോഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് ആക്ച്വൽ സ്പിൻ ആകണം എന്നില്ല. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എ മാഗ്നറ്റിക് മൊമെൻ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്പിൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിൻ്റെ സ്പിന്നുമായിട്ട് അസോസിയേറ്റ് ചെയ്തൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്, അപ്പോൾ ഓർക്കണം, ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ബോഡി സർക്കുലാർ മോഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെൻറ്റമാണ് അല്ലേ. ലീനിയർ മൊമെൻറ്റം എന്ന് വെച്ചാൽ ലീനിയർ മോഷൻ ആണെങ്കിൽ എന്ത് കിട്ടും, ലീനിയർ മൊമെൻറ്റം. സർക്കുലാർ മോഷൻ ആണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം കിട്ടും. എൽ എന്ന് റെപ്രസെൻ്റ് ഈക്വൽ ടു ആർ ക്രോസ് ബി. ഇതറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ആംഗുലാർ മൊമെൻറ്റം വരാം. ഒന്ന് ഓർബിറ്റൽ മോഷൻ. ഏതാണ് ഓർബിറ്റൽ മോഷൻ? നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും, ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് കൊണ്ട് അതിനെന്തുണ്ട്, ഒരു ഓർബിറ്റൽ മോഷൻ കൊണ്ട് ഒരു എന്ത് കിട്ടും, ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം കിട്ടും. അതിനെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിന് സ്പിൻ മോഷൻ ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ആ സ്പിൻ മോഷൻ കൊണ്ട് എന്ത് കിട്ടും, ഒരു സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കിട്ടും. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും സം ആയിരിക്കും. അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പ്ലസ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. ഇനി അപ്പോൾ നമ്മൾ ഓർബിറ്റൽ മോഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞതാണ്. ഏത് ഓർബിറ്റിൽ നിന്ന് കറങ്ങാൻ പറ്റില്ല, റേഡിയസ് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അതെല്ലാം പറഞ്ഞതാണ് അല്ലേ. സൈസ് ഷേപ്പൊക്കെ ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ അത് ക്വാണ്ടൈസ്ഡ് ഓർബിറ്റൽ മോഷൻ. അപ്പം അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഓർബിറ്റൽ മോഷൻ ഈസ് ക്വാണ്ടൈസ്ഡ്. അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ്, സ്പിൻ മോഷൻ ഈസ് ഓൾസോ ക്വാണ്ടൈസ്ഡ്. സ്പിൻ മോഷനും ക്വാണ്ടൈസ്ഡ് ആണ്. ഏത് സ്പീഡിലും അതിന് കറങ്ങാൻ പറ്റില്ല. അതിന് ചില പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട്. അതിന് കിട്ടാകുന്ന ചില പർട്ടിക്കുലർ വാല്യൂസ് ഓഫ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ ഈ സ്പിൻ മോഷൻ ക്വാണ്ടൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, സ്പിൻ ആംഗുലാർ മൊമെൻറ്റമാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ക്യാൻ ടേക്ക് ഒൺലി സർട്ടൻ വാല്യൂസ്. ചില വാല്യൂസ് മാത്രമേ എടുക്കാൻ പറ്റൂ, കണ്ടിന്യൂസ് വാല്യൂസ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ക്വാണ്ടൈസ്ഡ് ആകുമ്പോൾ എപ്പോഴും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ക്വാണ്ടം നമ്പർ വേണം. അപ്പോൾ എന്താണ്, ദർ ഈസ് സം അസോസിയേറ്റഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇനി നമുക്ക് ഓരോ ആംഗുലാർ മൊമെൻറ്റത്തെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയാം. ഓക്കെ, ഓരോന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഓക്കെ, അത് എത്തരത്തിലാണ് ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ പറയാം. ഓക്കെ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. ഇനി ബോർ തിയറി അനുസരിച്ചിട്ട് ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആയിരുന്നല്ലോ അല്ലേ. ബേസിക് പോസ്റ്റുലേറ്റ് തന്നെ അതാണ്. ഇലക്ട്രോണിന് ഏതൊരു ഓർബിറ്റിലും നിന്ന് കറങ്ങാൻ പറ്റില്ല. ചില പർട്ടിക്കുലർ ഓർബിറ്റ്സ് മാത്രമാണ് permitted. In those orbits, angular momentum of the electron is an integral multiple of h by 2 pi അല്ലേ. ആംഗുലാർ മൊമെൻറ്റം h by 2 പൈയുടെ ഒരു ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ആകണം. അതാണ് അതിൻ്റെ ബോർ തിയറിയുടെ ബേസ് തന്നെ അതാണ് അല്ലേ. ചില പർട്ടിക്കുലർ ഓർബിറ്റ്സ് മാത്രമാണ് പെർമിറ്റഡ്. ആ ഓർബിറ്റിനെ നമ്മൾ വിളിച്ചതാണ് എന്ത്, സ്റ്റേഷനറി ഓർബിറ്റ്സ് അല്ലേ. സ്റ്റേഷനറി ഓർബിറ്റ്സ് എന്ന് നമ്മൾ അതിനെയാണ് വിളിച്ചത്. അപ്പോൾ അതവിടെ നമ്മൾ ഓർക്കണം. അപ്പോൾ ബോർ തിയറിയിൽ തന്നെ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടൈസേഷൻ വരുന്നുണ്ട്. പക്ഷേ അവിടെ എന്തു മാത്രമേ ഉള്ളൂ, ഒരു ഒറ്റ ആംഗുലാർ മൊമെൻറ്റം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഓർബിറ്റൽ. കാരണം അവിടെ എന്തില്ല, സ്പിൻ മോഷൻ എന്ന കൺസെപ്റ്റ് അതുവരെ വന്നിട്ടില്ല. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ NH by 2 pi. ഇനി ബോർ തിയറി മോഡിഫൈ ചെയ്ത് വന്ന സോമർഫീൽഡ് തിയറിയിൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് KH by 2 pi എന്നാണ്. എന്ത് വ്യത്യാസം വന്നു, NK ആയി. N എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിരുന്നു അവിടെ. ഇവിടെ K എന്ന് പറയുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. കാരണം N കാണിക്കുന്നത് ഓർബിറ്റിനെയാണ്. ഏത് ഓർബിറ്റിലാണ് എന്നുള്ളതിനെയാണ് ബോർ പറഞ്ഞത്. ഈ ഓർബിറ്റിലിരിക്കുമ്പോൾ ഇത്രയും ആംഗുലാർ മൊമെൻറ്റം വേണമെന്നാണ് പറഞ്ഞത്. സോമർഫീൽഡ് തിയറിയിൽ എന്തുകൂടെ വന്നു, ഓർബിറ്റൽസ് വന്നു, അല്ലെങ്കിൽ സബ്ഷെൽസ് വന്നു. അപ്പോൾ ഓരോ സബ്ഷെൽസിലും എന്ത് മാറുകയാണ്, ആംഗുലാർ മൊമെൻറ്റം മാറുകയാണ്. അപ്പോൾ സബ്ഷെല്ലിനനുസരിച്ചിട്ടായിരിക്കണം ആംഗുലാർ മൊമെൻറ്റം വരുന്നത്. അതുകൊണ്ടാണ് ഈ K എന്ന
കെ എന്ന ക്വാണ്ടം നമ്പർ വന്നത്. ഓക്കെ, കെ ഈസ് കണക്റ്റഡ് ടു ഓർബിറ്റൽസ്, അത് നിങ്ങൾ ഓർക്കണം. എൻ ഓർബിറ്റുമായിട്ടും കെ ഓർബിറ്റൽസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കെയുടെ പേര് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇവിടെ എൻ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഇനി അടുത്ത മോഡൽ, ഇപ്പോൾ നമ്മൾ കറക്റ്റാണ് എന്ന് വിചാരിക്കുന്ന മോഡൽ വെക്റ്റർ ആറ്റം മോഡൽ. അപ്പോൾ വെക്റ്റർ ആറ്റം മോഡൽ ഓർക്കണം, ഒരൊറ്റ ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞ് നിർത്തിയാൽ പോരെ, 2 ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് ഒരു ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പി എൽ എന്ന് വിളിച്ചു, കണ്ടോ, എൽ എന്ന് വിളിച്ചു, ഇസ് ഈക്വൽ ടു LH/2π. ഇവിടെ എൽ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ആ ഓർബിറ്റലിൻ്റെ ആണ്. എല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എല്ല് 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലാണ്, 1 ആണെങ്കിൽ പി ഓർബിറ്റലാണ്, 2 ആണെങ്കിൽ ഡി ഓർബിറ്റലാണ്, അങ്ങനെ ഓരോന്നും. അപ്പോൾ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? എല്ലിൻ്റെ വാല്യൂ എന്തൊക്കെ വരാം? എൻ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എങ്കിൽ എൽ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് n-1. അതായത് ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ അതിനകത്ത് ഏത് എല്ല് എന്തൊക്കെ വരാൻ പറ്റൂ? 0 മാത്രമേ വരാൻ പറ്റൂ. n-1 വാല്യൂ 1-1 0 ആകും അല്ലേ? ഫസ്റ്റ് ഓർബിറ്റ് ആകുമ്പോൾ n-1 വാല്യൂ എന്ന് പറഞ്ഞാൽ 1-1 is 0. സോ ഓൺലി എസ് ഓർബിറ്റൽ ഈസ് അലൗഡ്. ഇനി സെക്കൻഡ് ഓർബിറ്റ് നോക്കാം. സെക്കൻഡ് ഓർബിറ്റിൽ n-1 എന്നും 2-1 ആകും, വാല്യൂ ഈസ് 1. സോ ഏതൊക്കെ പറ്റും? 0-ഉം 1-ഉം, എസ്സും പിയും അലൗഡ് ആയിരിക്കും. അതേപോലെ തേർഡ് ഓർബിറ്റ് ആകുമ്പോൾ എസ്സും പിയും ഡിയും അലൗഡ് ആയിരിക്കും. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ എന്തൊക്കെ വരാൻ പറ്റും? 0 ബിറ്റ്വീൻ 0 ആൻഡ് n-1, വേർ n ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൽ ക്യാൻ ടേക്ക് ഓൺലി ഇൻറ്റീജർ വാല്യൂസ്. അതും നിങ്ങൾ ഓർത്തോളാം, ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ പറ്റുള്ളൂ. ഇനി അപ്പോൾ എന്താണ് നമ്മുടെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. സ്പിൻ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ PS ഈസ് SH/2π. അപ്പോൾ നമ്മൾ അവിടെ LH/2π, PL എങ്ങനെ എഴുതിയത്? LH/2π. ഇതിലൊരു കണ്ടീഷനേ ഉള്ളായിരുന്നു, എല്ലിന് ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണം, പിന്നെ 0-ക്കും n-1 ഇടയിലുള്ള വാല്യൂ മാത്രമേ എല്ലിന് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ എസ്സിന് ഇറ്റ് ക്യാൻ ടേക്ക് ഓൺലി 1 വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ്. നമ്മൾ പറഞ്ഞു ഇതെന്താണ് കാണിക്കുന്നത്? ഇലക്ട്രോണിൻ്റെ സ്പിന്നിനെ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമസ്റ്റർ S2-ലല്ലേ, കഴിഞ്ഞ സെമസ്റ്റർ അല്ലേ, S2-ൽ പഠിച്ചു ഇലക്ട്രോൺ ഈസ് എ സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ അല്ലേ? സ്പിൻ ഹാഫ് പാർട്ടിക്കിൾ, ഫെർമിയോൺസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. സ്റ്റാറ്റിസ്റ്റിക്സുകാർ പഠിച്ചു, പഠിച്ചല്ലേ, രണ്ട് മാത്സുകാരും സ്റ്റാറ്റുകാരും പഠിച്ചു. സ്പിൻ ഹാഫ് പാർട്ടിക്കിളാണ്. ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസാണ് ഇലക്ട്രോൺ. അപ്പോൾ എസിൻ്റെ വാല്യൂ ഹാഫ് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും, ½ × h/2π. അങ്ങനെയെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്തായിരിക്കും? PJ എന്ന് വിളിച്ചു. ജെ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറാണ്. സോ PJ ഈസ് ഈക്വൽ ടു JH/2π. അപ്പോൾ ജെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? J ഈസ് ഈക്വൽ ടു L+S ആൻഡ് J ഈസ് ഈക്വൽ ടു L-S. J ക്യാൻ ടേക്ക് 2 വാല്യൂസ്, L+Sഉം L-Sഉം. ഓക്കെ, കാരണം എസ്സിന് ഹാഫ് മാത്രമേ എടുക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് വെക്റ്റർ അഡിഷനാണ് വരുന്നത്. അപ്പോൾ എല്ലിൻ്റെ കൂടെ ഒന്നുകിൽ L+½ വരാം, അല്ലെങ്കിൽ L-½ വരാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ജെയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കണം. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റമാണ്, അത് നെഗറ്റീവ് വാല്യൂ ആകാൻ പറ്റില്ല. അപ്പോൾ അഥവാ L=0 ആയിക്കഴിഞ്ഞാൽ ഈ L+½ L-½ വെച്ചിട്ട് നമുക്ക് L-½ നിന്ന് എന്താ കിട്ടുക? -½ വരും അല്ലേ? അപ്പോൾ ഇതെന്തല്ല, പോസിബിൾ അല്ല. അപ്പോൾ L=0 വന്നു കഴിഞ്ഞാൽ എന്ത് മാത്രം എടുത്താൽ മതി? ഈ ഫോർമുല മാത്രം എടുത്താൽ മതി. ഇത് -½ തരുന്നു, അത് തെറ്റാണ്. ഇത് മാത്രം എടുത്താൽ മതി. എപ്പോഴാണ്? L=0 വരുമ്പോൾ. ഇനി L=1 വന്നാലോ L=2 വന്നാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല, 2 J വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.